ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ബെഡ്റൂമിലാണ്. എത്ര സ്ട്രെസ്ഫുൾ ആയ ഒരു ദിവസമാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബെഡ്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലാക്സ്ഡ് ആവുന്നു. മറിച്ച് വലിച്ചു വാരി വൃത്തികേടായി കിടക്കുന്ന ഒരു ബെഡ്റൂം ആണെങ്കിൽ നമ്മുടെ മനസ്സും സ്ട്രെസ്ഡ് ആവുന്നു. അപ്പോൾ ബെഡ്റൂം നല്ല നീറ്റ്, ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയി വെക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്പ് നമ്പർ 1, മേക്ക് യുവർ ബെഡ്. രാവിലെ തന്നെ ബെഡ് നന്നായി വിരിച്ചിടുക. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകളുടെ ഒരു ശീലമാണ് രാവിലെ തന്നെ ബെഡ് വിരിച്ചിടുക എന്നുള്ളത്. രാവിലെ തന്നെ മൈൻഡിന് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനും ഇത് സഹായിക്കുന്നു. കൂടാതെ നമ്മൾ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്തുകൊണ്ട് ഡേ തുടങ്ങാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. റൂമിന് ഇൻസ്റ്റൻ്റ്ലി നീറ്റ് ലുക്ക് വരാൻ കഴിയുന്ന ഒരു ഹാബിറ്റ് ആണിത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ രാവിലത്തെ ശീലങ്ങളിൽ ഉൾപ്പെടുത്തുക. ടിപ്പ് നമ്പർ 2, ബെഡ്റൂം ഒരിക്കലും ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റരുത്. വീട്ടിൽ മറ്റിടങ്ങളിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരിക്കലും സാധനങ്ങൾ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യരുത്. ഒരു ദിവസം എടുത്ത് നമ്മുടെ മുറിയിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിച്ച് അതിനൊരു പ്ലേസ് വെക്കുക. ബെഡ്റൂം എല്ലാം നല്ല ക്ലിയർ ആക്കി ഇടുക. യൂസ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. നമ്മുടെ വീട്ടിൽ കറക്റ്റ് കബോർഡൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കറക്റ്റായിട്ടുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, വലിയ ബാസ്ക്കറ്റ്സോ ബോക്സസോ എല്ലാം വാങ്ങി കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പം ബെഡിനടിയിലാണെങ്കിലും സൂക്ഷിക്കാവുന്ന കണ്ടെയ്നേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം യൂസ് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലേസ് സെറ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 4, ക്ലിയർ ടേബിൾ ടോപ്സ്. നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെയും ബെഡ് സൈഡ് ടേബിളിൻ്റെയൊക്കെ മുകളിൽ അനാവശ്യമായ സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്കപ്പ് ടൈമിൽ അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുക. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രമേ കൗണ്ടർ ടോപ്പിൽ കാണാവൂ. അനാവശ്യ സാധനങ്ങൾ അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുക. അപ്പം ഡസ്റ്റിങ്ങും ക്ലീനിങ്ങും ഈസി ആയിരിക്കുകയും ചെയ്യും. ബെഡ്റൂം ക്ലട്ടർ ഉള്ള പോലെ തോന്നുകയും ചെയ്യില്ല. നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 5, ഡോണ്ട് പുട്ട് ക്ലോത്ത്സ് ഓൺ ദ ഫ്ലോർ. ഉപയോഗിച്ച തുണികൾ തറയിലിടരുത്. ഇത് റൂം മെസ്സി ആവാനുള്ള നമ്പർ 1 കാരണമാണ്. അപ്പോൾ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് എപ്പോഴും വെക്കുക. നമുക്ക് റീയൂസ് ചെയ്യാനുള്ളത് ഒരു ഹാങ്ങറിൽ നമ്മുടെ കബോർഡിനകത്ത് ഹാങ് ചെയ്തിടുക, അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്കിൽ ഹുക്സ് വെച്ചിട്ട് അതിനകത്ത് ഹാങ് ചെയ്തിടുക. പക്ഷേ തറയിൽ ഒരിക്കലും നിരത്തിയിടരുത്. ടിപ്പ് നമ്പർ 6, ഷൂ റാക്കിൽ വെക്കുക. ഇത് നമ്മളെല്ലാവരും തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഇനി ആർക്കെങ്കിലും ഷൂ ഇട്ട് കയറി ബെഡ്റൂമിൽ വലിച്ചെറിയുന്ന ശീലമുണ്ടെങ്കിൽ അതെന്തായാലും മാറ്റുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും ഇത് ശീലിപ്പിക്കുക. ടിപ്പ് നമ്പർ 7, ഉണങ്ങിയ തുണികൾ അഴയിൽ നിന്ന് എടുത്ത ഉടനെ മടക്കി കബോർഡിൽ മടക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ തന്നെ മടക്കി വയ്ക്കാൻ സമയമില്ലെങ്കിൽ അതിന് പറ്റിയൊരു ബാസ്ക്കറ്റ് കണ്ടെത്തി അതിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് മടക്കി വയ്ക്കുക. അല്ലാതെ ബെഡിലോ ബെഡിൻ്റെ സൈഡിലുള്ള ചെയറിലോ ഒന്നും ഇതെടുത്ത് കുന്നുകൂട്ടിയിടാതെ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 8, ബെഡ്റൂമിലിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലർക്കെങ്കിലും ഐസ്ക്രീമും സ്നാക്സും എല്ലാം ബെഡ്റൂമിലിരുന്ന് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും. കഴിയണത് ഇത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ അതിൻ്റെ ഗ്ലാസ്, ബൗൾ ഇതെല്ലാം അവിടെ ഇരുന്ന് അതിൽ ഉറുമ്പും പാറ്റയും എല്ലാം വരാൻ കാരണമാവും. ബെഡ്റൂമിലൊരു പൊട്ട സ്മെല്ലും വരും.
അപ്പോൾ ബെഡ്റൂമിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് അങ്ങ് മാറ്റിയേക്കുക. അപ്പോൾ അടുത്ത ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ റൂമിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ എന്ത് വേസ്റ്റ് വന്നാലും അതിനകത്തോട്ട് ഇടുക, താഴെ വലിച്ചെറിയാതെ അതിനകത്തോട്ട് ഇടുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് എംപ്റ്റി ചെയ്തേക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡെക്കറേഷൻസ് എല്ലാം മിനിമലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വാൾ ഡെക്കറേഷൻസും മറ്റും കുത്തി നിറച്ച റൂം എന്തായാലും ഒരു ക്ലട്ടേർഡ് ആയ പോലെ തോന്നും, ക്ലീനിങ്ങും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ, എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് അതെല്ലാം വെക്കുക. ലെസ് ഇസ് ഓൾവേസ് മോർ എന്നല്ലേ പറയാറ്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കുക, ബാക്കി റൂം നല്ല നീറ്റാക്കി ഇടുക. പിന്നെ ക്ലീനിങ്ങിന് ശേഷം നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി നമുക്ക് റൂം ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്യാം. എസെൻഷ്യൽ ഓയിൽസ് ഉള്ള ക്യാൻഡിൽസ്, സെൻറ്റഡ് ക്യാൻഡിൽസ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ റൂം നല്ല നീറ്റാക്കി നല്ല ഫ്രഷ് സ്മെല്ലിംഗ് ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂം ഒരു കൊച്ചു സ്വർഗ്ഗമാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്, ബൈ.